അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മിയ, ഉമ്മിയായ നബിയായ റസൂലിനോട് പിൻപറ്റുന്നവർ. എന്നിട്ട് തുടർന്ന് പറയുന്നു, യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലും പേര് എഴുതപ്പെട്ട നബി എന്ന്. തൗറാത്ത് മൂസാ നബിയുടെ ഗ്രന്ഥമാണ്, ഇൻജീല് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥമാണ്. നബിയെ പറ്റി അതിൽ നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ബനു ഇസ്രായേലുകളിൽ ഒരാൾ മരണപ്പെട്ടു. അയാൾ 100 കൊല്ലം അള്ളാഹുവിന് തെറ്റ് ചെയ്ത് ജീവിച്ച് ജനങ്ങളെല്ലാരും കൈയൊഴിഞ്ഞ, ജനങ്ങളുടെ ശാപത്തിന് വിധേയമായ വ്യക്തി തെറ്റുകൾ തന്നെ ചെയ്ത് 100 വയസ്സ് കഴിഞ്ഞ് അദ്ദേഹം മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോ അദ്ദേഹത്തെ മറവ് ചെയ്യാൻ ആരും തയ്യാറായില്ല. ജനങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോയി മാലിന്യത്തിൽ തള്ളിയിട്ട്. അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, അയാളെ എടുക്കണം, അയാളെ മയ്യത്ത് സംസ്കരണം നടത്തി നിസ്കരിച്ചിട്ട് മറവ് ചെയ്യണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, പടച്ചോനെ, ഈ നാട്ടുകാര് മുഴുവൻ സാക്ഷിയാണ്, ഇദ്ദേഹം തെറ്റ് ചെയ്ത് ജീവിച്ചിരുന്ന മനുഷ്യനാണ് എന്ന്. അള്ളാഹു പറഞ്ഞു, അതൊക്കെ അങ്ങനെ തന്നെ. പക്ഷേ തൗറാത്ത് തുറന്നപ്പോ ആ തൗറാത്തിൽ മുഹമ്മദ് നബിയുടെ പേരും വർണ്ണനകളും വിശേഷണങ്ങളും കണ്ടപ്പോ, പിൽക്കാലത്ത് വരുന്ന ഒരു അത്യുന്നത വ്യക്തിയല്ലേ ഇദ്ദേഹം എന്ന് പറഞ്ഞ് ആ പേര് 2 കണ്ണിന്റെ ഇടയിൽ വെച്ച് അദ്ദേഹം ചുംബിച്ചിരുന്നു. അത് കാരണം ഞാൻ അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്റെ വക എല്ലാ നന്ദിയുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ നേരെ എടുത്ത് സംസ്കരിക്കണം എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് തൗറാത്തിൽ കണ്ടപ്പോ, ഖിയാമത്ത് നാളിന്റെ മുമ്പ് ഇവിടെ വരുന്ന അത്യുന്നത വ്യക്തിയാണ് എന്ന നിലക്ക് ആ പേര് അദ്ദേഹം നെറ്റിയിൽ വെച്ചതുകൊണ്ട്, ചുംബിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തു എന്ന് അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ ദ്വാരുന്നു, യാ ലൈതനി ഖുലിഖ്തു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് എന്നെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ പടച്ചിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം.